ഹൂതികളുടെ ആക്രമണ കൃത്യത കണ്ട് ഞെട്ടിപ്പോയെന്ന് പറഞ്ഞത് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് ബോട്ടലാണ്. ഹൂതികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതിനും ലോഞ്ച് സൈറ്റുകൾ, പ്രൊഡക്ഷൻ സൈറ്റുകൾ, സ്റ്റോറേജ് സൈറ്റുകൾ, കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിലും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഹൂതികളുടെ ശക്തി ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുകയെന്ന് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിയോകോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ബ്രയാൻ കാർട്ടറും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കൊണ്ടുവന്നിരുന്നത്. ഉത്തര കൊറിയയുമായി റഷ്യ ഉണ്ടാക്കിയ പ്രതിരോധ കരാറിന്റെ മോഡലിൽ റഷ്യയുമായി പ്രതിരോധ കരാർ ഉണ്ടാക്കാനുള്ള ഇറാന്റെ നീക്കവും അമേരിക്കയും ഇസ്രയേലിനെയും സമവായത്തിന് പ്രേരിപ്പിച്ച ഘടകമാണ്. എന്നാൽ ഈ വെടിനിർത്തൽ ധാരണ ചിലയിടങ്ങളിൽ ഇസ്രയേൽ സൈന്യം ലംഘിച്ചപ്പോൾ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് ഹിസ്ബുള്ള തിരിച്ചടിച്ചിരുന്നത്. അതേസമയം ലെബനന് നേരെയുള്ള ആക്രമണത്തിൽ നിന്നും പിന്നോട്ടു പോയ ഇസ്രയേൽ ഗാസയിൽ ശക്തമായ ആക്രമണം ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാനും ബദൽ മാർഗങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതാകട്ടെ തന്ത്രപരവുമാണ്. ഇസ്രയേലുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വൈകിപ്പിച്ച ഇറാൻ ഈ ഇടവേളയിൽ ആണവായുധ ശക്തിയായി മാറിക്കഴിഞ്ഞുവെന്ന് അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പാകിസ്ഥാനു ശേഷം ആണവായുധമുള്ള രണ്ടാമത്തെ ഇസ്ലാമിക രാജ്യമായി ഇറാൻ ഔദ്യോഗികമായി തന്നെ മാറിക്കഴിഞ്ഞു. അമേരിക്കയുടെ ഉപരോധം മറികടന്നാണ് ഈ നേട്ടം ഇറാൻ കൈവരിച്ചിരിക്കുന്നത്. ഇനി ഇറാനെ ആരാക്രമിച്ചാലും ഇറാന് ആണവായുധം പ്രയോഗിക്കാൻ കഴിയും. ഇസ്രയേലിന് മാത്രമല്ല, അമേരിക്കയ്ക്കും ഇത് വലിയ ഭീഷണിയാണ്. ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഇതിനകം തന്നെ റഷ്യയിൽ നിന്നും ഇറാൻ സ്വന്തമാക്കിയതായ വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഇറാനും അവർ നിയന്ത്രിക്കുന്ന ഹിസ്ബുള്ളയും ഹൂതികളും ഇപ്പോൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നത് അമേരിക്കയുടെയും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയുടെയും ഉറക്കം കെടുത്തുന്നതാണ്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വിജയത്തോടടുക്കുന്നതും അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റാൽ യുക്രൈനിലേക്കുള്ള ആയുധ സപ്ലൈ നിലയ്ക്കുമെന്നതിനാൽ ജോ ബൈഡനും വലിയ ആശങ്കയിലാണുള്ളത്. ഇനി വൻതോതിൽ ആയുധങ്ങൾ ട്രംപ് യുക്രൈന് നൽകിയാൽ പോലും ഈ യുദ്ധത്തിൽ വിജയിക്കാൻ യുക്രൈന് കഴിയുകയില്ല. റഷ്യയ്ക്ക് മുന്നിൽ യുക്രൈൻ വീഴുന്നത് അമേരിക്കയുടെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും പരാജയമായാണ് വിലയിരുത്തപ്പെടുക. കാരണം നാറ്റോ നൽകിയ ആധുനിക ആയുധങ്ങളും ടെക്നോളജിയും കൂലിപ്പടയാളികളുമാണ് യുക്രൈൻ സൈന്യത്തിന് ഇതുവരെ പിടിച്ചു നിൽക്കാൻ സഹായകരമായിരുന്നത്. അതുകൊണ്ടുതന്നെ യുക്രൈന് കിട്ടുന്ന ഓരോ പ്രഹരവും നാറ്റോയ്ക്ക് കിട്ടുന്ന പ്രഹരമായാണ് മാറുന്നത്. അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികളുടെയും ആശങ്ക ഇതാണെങ്കിൽ അമേരിക്കയുടെ മറ്റൊരു സഖ്യകക്ഷിയായ ഇസ്രയേലിന്റെ ആശങ്ക മറ്റൊന്നാണ്. റഷ്യ യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിച്ചാൽ റഷ്യയുടെ പിന്തുണയോടെ ഇറാൻ ആക്രമിക്കുമെന്ന ഭയമാണ് ഇസ്രയേലിനുള്ളത്. യുക്രൈൻ റഷ്യ യുദ്ധം അത്ര പെട്ടെന്ന് അവസാനിക്കരുതെന്ന് കരുതുന്ന ബൈഡന്റെയും നെതന്യാഹുവിന്റെയും ബുദ്ധിയിൽ പിറന്ന നീക്കമാണ് ഇപ്പോൾ സിറിയയിൽ ഉണ്ടായിരിക്കുന്നത്. റഷ്യയും ഇറാനും പിന്തുണയ്ക്കുന്ന സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ വിമതർക്ക് സഹായങ്ങൾ നൽകിയത് ഇസ്രയേലും അമേരിക്കയും തുർക്കി ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുമാണ്. ഇക്കാര്യത്തിൽ മൊസാദും CIA-യും നിർണായക ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിറിയയിൽ വീണ്ടും യുദ്ധക്കുതിയന്മാർ ഉറക്കമെണീറ്റത് ഒരാഴ്ച മുമ്പാണ്. വിമതസേനകൾ നടത്തിയ മിന്നലാക്രമണത്തിന്റെ ഒടുവിൽ അവർ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസും പിടിച്ചെടുത്തു കഴിഞ്ഞു.